നമസ്കാരം. നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ GSTR ഓഫ്ലൈൻ ടൂൾ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് HSN റേറ്റ് വൈസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ GSTയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ടൂൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ ടാലി ERP9 എക്സൽ, അതായത് നമ്മൾ ടാലി ERP9 JSON എക്സ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ടാലി ERP9 എന്ത് ചെയ്തു, നമ്മൾ എക്സലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ആ എക്സൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഈ GSTയുടെ ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഫയൽ ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ GSTയുടെ സൈറ്റിലേക്ക് വരണം. അപ്പോൾ GSTയുടെ സൈറ്റിൽ വന്നിട്ട് നമുക്ക് ഇവിടെ കാണാം, നമുക്ക് ഡൗൺലോഡ്സ് കാണാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിൽ വരിക. ആ ഡൗൺലോഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഓഫ്ലൈൻ ടൂളിൽ നമുക്ക് റിട്ടേൺ ഓഫ്ലൈൻ ടൂൾ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം GSTR2 ഫോം, GSTR1 ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രൊസീജിയർ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. ഒരു സിപ്പ് ഫയലായിട്ടാണ് കാണുക. അപ്പോൾ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്കത് ആ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാനിത് ഡൗൺലോഡിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആ ഫയൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഫയൽ കൊടുക്കുക. എക്സ്ട്രാക്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ഹിയർ കൊടുത്താലും മതി. അപ്പോൾ എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ എന്ത് ചെയ്തു, അതവിടെ എക്സ്ട്രാക്റ്റ് ആയി മാറും. എന്നിട്ട് അവിടെ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ GSTയുടെ ഓഫ്ലൈൻ ടൂൾ എന്ന് പറഞ്ഞ് കാണാം, ഒരു ആപ്പ് ആണ്. GST ഓഫ്ലൈൻ കൂടെ ഒരു മഞ്ഞ കാണാം. അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിട്ട് അത് റൺ ചെയ്യണം. ആ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഫയൽ അപ്ലോഡ്, അതായത് ആ ഫയൽ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്റ്റാൾ ആവും. അതായത് GSTയുടെ ഓഫ്ലൈൻ ഇൻസ്റ്റാൾ ആവും. അവിടെ നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് ഏത് ഡ്രൈവ് ആണെന്ന് വെച്ചാൽ ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് അവിടെ ഡെസ്ക് ടോപ്പിൽ ക്രിയേറ്റ് ആവും ഈ ഒരു ഓഫ്ലൈൻ ടൂളിൻ്റെ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, കുറച്ച് സമയം എടുക്കുക എന്തായാലും. അപ്പോൾ നിങ്ങളത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് കട്ട് നമുക്ക് അവിടെ ഡെസ്ക് ടോപ്പിൽ എനേബിൾ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഫിനിഷ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ എടുത്ത് പോരുക. അപ്പോൾ നമുക്ക് അതിൽ ഓൾറെഡി ഒരു എക്സൽ ഫയൽ ഉണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ എക്സൽ ഫയൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാലി ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ എക്സൽ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാലി അല്ലെങ്കിൽ വേറെ ഏത് സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് മാനുവലി B2B അതേപോലെ B2C അതേപോലെ HSN കോഡ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നമുക്ക് കാണിക്കാം. അപ്പോൾ അതിവിടെ കാണാൻ നിങ്ങൾക്ക് HSN കോഡ് അതേപോലെ അതിൻ്റെ റേറ്റ് വൈസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനുവലി എൻ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ നിന്ന് ആണെങ്കിൽ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫയൽ ചെയ്യുക. ഇവിടെ B2C അതേപോലെ B2B എല്ലാ ടൂളും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓൾറെഡി ഒരു സാമ്പിളായിട്ടുള്ള ഇൻവോയ്സുകളാണ്. ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റ കറക്റ്റായി കൊടുത്തിട്ട് ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടല്ല ഫയൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ടാലിയിലെ എക്സൽ വെച്ചിട്ടാണ്. ഈ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമില്ല, നമുക്ക് ടാലിയിൽ ഓൾറെഡി എക്സൽ ഉണ്ടാവുകൊണ്ട് നമ്മളെ ഡാറ്റ ടാലിയിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടാലിയിലേക്ക് വരാം. എന്നിട്ട് നമ്മുടെ ടാലിയിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ആദ്യം നമ്മൾ GSTയുടെ ഓഫ്ലൈൻ ടൂൾ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അത് GSTയുടെ ഓഫ്ലൈൻ ടൂൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ എക്സൽ അപ്ലോഡ് ചെയ്യണത്. നമ്മളിപ്പോൾ ഓൾറെഡി നമുക്കൊരു എക്സൽ നമ്മളിത് ഡൗൺലോഡ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമുക്കൊരു എക്സൽ ഉണ്ട്. ആ എക്സൽ വെച്ചിട്ടല്ല, നമ്മൾ ടാലി ERP9 എക്സൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ JSOന് പകരം നമ്മൾ എക്സലായിട്ട് നമ്മൾ എന്ത് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ടാലി ERP9 പോകാം. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ടാലിയിൽ വന്നിട്ട് നമ്മൾ നേരെ ഡിസ്പ്ലേയിൽ വരിക. ഡിസ്പ്ലേയിൽ വന്നിട്ട് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ GSTR1 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ Alt F2 കൊടുത്തിട്ട് പീരീഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഡാറ്റയാണ് നമ്മൾ കൺട്രോൾ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകണം. ഇവിടെ നമുക്ക് കാണാം, നമുക്ക് ഇവിടെ HSN നോക്കിയൊക്കെ നമുക്ക് റേറ്റ് വൈസ് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ JSON ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GSTയുടെ സൈറ്റിൽ കയറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ഇവിടെ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് എക്സലായിട്ട് എക്സ്പോർട്ട് ചെയ്യണം.
അപ്പോൾ നമ്മൾ കൺട്രോൾ ഈ അടിച്ചു. അപ്പോൾ നമ്മൾ എക്സൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൾ വൗച്ചർ സെലക്ട് ചെയ്യുക, എന്നിട്ട് യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫയൽ എക്സൽ ആയിട്ട് കൺവേർട്ടായി മാറും. അപ്പോൾ എക്സൽ അതായത് നമ്മളിപ്പോൾ എക്സലായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഡാറ്റകളെല്ലാം അതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ നമുക്ക് ഈ എക്സൽ 2010 ആൾക്കാർ എന്ത് ചെയ്യണം, അതായത് ഇതിൽ ചിലപ്പോൾ ഈ എക്സൽ സപ്പോർട്ട് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ എക്സലിൽ വന്നിട്ട് ഓപ്ഷനിൽ കാണാം, അതായത് ഫയലിൽ വന്നിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ട്രസ്റ്റ് സെൻറ്റർ കാണാം. ട്രസ്റ്റ് സെൻറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രസ്റ്റ് സെൻറ്റർ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ട്രസ്റ്റ് സെൻറ്ററിൽ സെറ്റിങ്സ് ഇടുക. എന്നിട്ട് അവിടെ കാണാം നിങ്ങൾക്ക് ട്രസ്റ്റ് ലൊക്കേഷൻ കാണാം. ഈ ലൊക്കേഷനിൽ നിങ്ങൾ ടാലി ERP9, അതായത് നിങ്ങളെ ടാലി ERP9 എക്സ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഏത് ലൊക്കേഷനിലേക്കാണ് പോകണമെങ്കിൽ ആ ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ന്യൂ ലൊക്കേഷനിൽ ആഡ് ചെയ്യണം. ഇവിടെ താഴെ കാണാൻ നിങ്ങൾക്ക് ആഡ് ന്യൂ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം താഴെ. അവിടെ നിങ്ങൾ ആഡ് ന്യൂ ലൊക്കേഷൻ കൊടുത്തിട്ട് നിങ്ങളെ ടാലി ഫയൽ ഏത് ഫയലിലേക്കാണ് പോകണമെങ്കിൽ ആ ഒരു പാത്ത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ പ്രോഗ്രാം ഫയൽ ടാലി ERP9 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഏത് ഡ്രൈവിലേക്കാണ് പോകണമെങ്കിൽ എൻ്റർ ചെയ്തിട്ട് ആ സബ് ഫോൾഡറും കൂടി താഴെ കാണാം, അതുകൂടി ടിക്ക് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ അടിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ അടിച്ചിട്ട് നിങ്ങളെന്ത് സേവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സൽ ഡയറക്റ്റായിട്ട് എന്ത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ. അതായത് എക്സൽ അതായത് നിങ്ങൾ ഡ്രൈവ് ഏതാണ് ഡ്രൈവ് ഉണ്ടെങ്കിൽ ആ ഡ്രൈവ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഇവിടെ ട്രസ്റ്റഡ് ലൊക്കേഷനിൽ വന്നിട്ട് ക്ലിയർ ചെയ്യുക. അതായത് ഇവിടെ ആ സബ് ഫോൾഡർ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്ത് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഓൾറെഡി സെറ്റ് ആവേണ്ടത് ഡയറക്റ്റ് ഇത് അപ്ലോഡായി. അപ്പോൾ നമുക്കിവിടെ ഒരു കോളം കൂടി ആഡ് ചെയ്യേണ്ട, അതായത് നമുക്കിവിടെ റേറ്റ് കോളം കൂടി ആഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ടാക്സബിൾ വാല്യൂ കഴിഞ്ഞിട്ട് നമുക്കൊരു ഇൻസെർട്ട് കോളം കൂടി വേണം. അവിടെ നമ്മളൊരു കോളം കൂടി ഇൻസെർട്ട് ചെയ്യാണ്. ടാക്സബിൾ വാല്യൂ കഴിഞ്ഞിട്ട് ഒരു കോളം കൂടി വേണം. അപ്പോൾ നമ്മളവിടെ റേറ്റ് എന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ റേറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളതിൽ നമ്മളെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ റേറ്റ് കോളം ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇക്വേഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ നമ്മൾ സബ്മിറ്റിട്ട് റൗണ്ട് ഓഫ്, അതായത് റൗണ്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് എൻട്രി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക ആ റൗണ്ടിൽ വന്നിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെൻട്രൽ ടാക്സ് ഡിവൈഡഡ് ബൈ അവിടെ സെൻട്രൽ ടാക്സിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടാക്സിബിൾ വാല്യൂ വരിക ×100 × 2,0,0 പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ടാക്സിൻ്റെ അതായത് ഈ സെൻട്രൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടാക്സിബിൾ വാല്യൂൻ്റെ എത്ര പെർസെൻറ്റേജ്, അപ്പോൾ 9%. അപ്പോൾ ആ 9% കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ×2 കൊടുത്താലേ നമുക്ക് 18% ടാക്സ് റേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ സമ്മിടുക, അതായത് നമ്മൾ സെൻട്രൽ ടാക്സ്, അതായത് സെൻട്രൽ ടാക്സിൻ്റെ മാത്രം കാൽക്കുലേറ്റ് ചെയ്തായി. കാരണം സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഒരേ എമൗണ്ട് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തായി, സെൻട്രൽ ടാക്സിൻ്റെ സെയിം എമൗണ്ട്, അതായത് സെൻട്രൽ ടാക്സിൻ്റെ എമൗണ്ട് മാത്രം എടുത്തായി. അത് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക ആദ്യം. ഈ സമ്മിട്ടിട്ട് റൗണ്ട് ഓഫ് കൊടുക്കുക ആദ്യം. റൗണ്ട് ഓഫ് എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക റൗണ്ടിൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻട്രൽ ടാക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ടാക്സിബിൾ വാല്യൂൻ്റെ എത്ര പെർസെൻറ്റേജ്, അപ്പോൾ ഡിവൈഡ് ബൈ ടാക്സിബിൾ വാല്യൂ സെലക്ട് ചെയ്യുക ×100 × 2. അതായത് ഇപ്പോൾ 9% കിട്ടുക നമുക്ക്. അതിൻ്റെ 9%, ഇപ്പോൾ അതായത് ആ ടാക്സിബിൾ വാല്യൂൻ്റെ 9%ആണല്ലോ സെൻട്രൽ ടാക്സ് വരിക. അപ്പോൾ ×2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് റേറ്റ് കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ 18% കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. താഴോട്ട് നമ്മൾ ടാക്സിബിൾ വാല്യൂൻ്റെ 9% സെൻട്രൽ ടാക്സ്, 9% സ്റ്റേറ്റ് ടാക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണ് 18 വരുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് സമ്മിട്ടിട്ട് റൗണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെൻട്രൽ ടാക്സ് ഡിവൈഡ് ബൈ ടാക്സിബിൾ വാല്യൂ ×100 × 2. അത് നമ്മൾ 0യിൽ, അതായത് 17.99 ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ×2 കൊടുത്തിട്ട് കോമഡിട്ട് 0 കൊടുത്തത്. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ടാക്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് 18%, അതേപോലെ 12%. ഇത് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്തിട്ട് നമ്മളവിടെ വാല്യൂ മാത്രം പേസ്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇക്വേഷനിൽ നിൽക്കേണ്ട വെച്ചിട്ടുണ്ട്. കാരണം അപ്ലോഡ് ചെയ്യുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ റൗണ്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അതായത് ഓഫ്ലൈൻ ടൂളിൽ അതായത് നമ്മുടെ എക്സൽ കറക്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളെ B2C B2B ബില്ലുകളെല്ലാം അതിൽ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ടാലിയിൽ വന്നാൽ നമുക്ക് കാണാം 1,16,532 നമ്മളെ B2B വരുന്നത്. അപ്പോൾ നമ്മളിനി ഈ ഒരു ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് GSTയുടെ ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ എല്ലാ ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആയിട്ടുണ്ട്. അതായത് HSNൽ മാത്രമേ നമ്മൾ മാറ്റം വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഒരു HSN കോഡിൽ നമ്മൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് 7318 എന്നുള്ളത് 7318 ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ സേവ് ചെയ്തു. ഇനി നമ്മൾ ഓഫ്ലൈൻ ടൂളിൽ വരണം.
അതായത് GSTയുടെ ഓഫ്ലൈൻ ടൂളിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ ടാലിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഫയലാണ്. അപ്പോൾ നമ്മൾ ടാലിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഫയലാണ്. ഇത് ഇവിടുന്ന് കൺട്രോൾ അടിച്ചിട്ടുള്ള ഫയലാണ്. അതിൽ നമ്മൾ ഈ ഒരു റേറ്റിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഡാറ്റയൊക്കെ അതേപോലെ തന്നെ ടാലിയിലുള്ള പ്രകാരം തന്നെ ഇതിൽ എക്സ്പോർട്ടായിട്ട് നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. അതേപോലെ നമ്മളെ B2C സപ്ലൈ, അതേപോലെ എല്ലാ സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഒക്കെ കറക്റ്റായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ടാലി പ്രകാരം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അത് കറക്റ്റ്. നമ്മളത് റേറ്റ് മാത്രം ഒരു കോളം ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. നമ്മൾ റേറ്റിൽ മാത്രം മോഡിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. ഈ GSTയുടെ ഓഫ്ലൈൻ ടൂളിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ന്യൂ കൊടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ GST നമ്പർ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിവിടെ അതായത് സീസ് ടാക്സ് പെയർ നോ കൊടുക്കണം. അതേപോലെ ടാക്സ് പെയർ ക്വാർട്ടർലി ഫയലർ നോ കൊടുക്കണം. അതൊന്നും നമ്മൾ അപ്പോൾ നമ്മൾ GST നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മെയ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ സീസ് ടാക്സ് പെയർ ഉണ്ട്, അവിടെ നോ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്വാർട്ടർലി പെയർ അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. പിന്നെ അതേപോലെ അഗ്രിഗേറ്റഡ് ആണ് ഓർ ഗ്രേറ്റർ ദാൻ 5 crore ആണ്, അതും നമ്മൾ 5 കോടിയുടെ മേലെയല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് ആയിട്ട് വരും. അപ്പോൾ അതിൽ നമ്മളെ GST R1, അതേപോലെ നമ്മളെ ഫിനാൻഷ്യൽ ഇയർ, അതേപോലെ ഏതാ പീരീഡ്, അതേപോലെ സീസ് പെയർ ആണോ, അതേപോലെ ക്വാർട്ടർലി ഫയലർ ആണോ, അതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തത് തന്നെയാണ്. അതിൻ്റെ ഒരു സമ്മറായിട്ട് വരും. അപ്പോൾ നമ്മൾ യെസ് ഇവിടെ കൊടുക്കുക. യെസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പോർട്ട് ഫയൽസിൽ വരണം. അതായത് ഇമ്പോർട്ട് ഫയലിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ആ എക്സൽ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് എക്സൽ എന്നുള്ള ആ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾറെഡി നമ്മൾ ടാലിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഉണ്ടാവും എക്സൽ. നമ്മൾ GST R1 ഓൾറെഡി ഒരു എക്സൽ ഫയൽ ഉണ്ട്, അതിലല്ല നമ്മൾ മോഡിഫിക്കേഷൻ വരുന്നത്. നമ്മൾ ടാലിയിലെ എക്സൽ ഫയലിലാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, നമ്മൾ ആ ടാലി ഫയൽ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡി ഡ്രൈവിൽ ടാലി, അതായത് ടാലിയിലാണ്. ആ ടാലി ERP9 ആ GST R1 എന്നുള്ള ഈ എക്സൽ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് അതിലേക്ക് അപ്ലോഡ് ആവും. അപ്പോൾ ആർ യു ഷുവർ വേണ്ട, അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു എററും ഇല്ലാതെ സക്സസ് ആയി അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ സമ്മറി താഴെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ ഡാറ്റയും കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജനറേറ്റ് ഫയൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, JSON ഫയൽ നമ്മൾ ഡെസ്ക് ടോപ്പിലേക്കാണ് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, നമ്മൾ ജനറേറ്റ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ റിട്ടേൺ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. റിട്ടേൺ 29/6/2021 അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ഓപ്ഷൻ കാണാം. അവിടെ സേവ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസ് കൊടുത്തിട്ട് നമ്മൾ GSTയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ GSTയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ഡാഷ്ബോർഡിൽ വരിക. എന്നിട്ട് പീരീഡ് സെലക്ട് ചെയ്യുക, മെയ് പീരീഡ് സെലക്ട് ചെയ്യുക. നമ്മൾ ആദ്യം പോകേണ്ട നമ്മൾ പ്രിപ്പയർ ഓൺലൈനിലൊന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ വന്നാൽ കാണാം, നമുക്കിവിടെ നമ്മൾ B2B അതേപോലെ B2C ഈ കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആണോ, ഇവിടെ HSM കോഡ് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. അപ്പം എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മെയ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ഓഫ്ലൈനിൽ വരിക. എന്നിട്ട് നമ്മൾ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെസ്ക് ടോപ്പിൽ നമ്മൾ ആ JSON ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഫയൽ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ട് എറർ റിപ്പോർട്ടൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ എറർ റിപ്പോർട്ടൊന്നും ഇല്ല. അതിന് മുമ്പ് ഒരു ഫയൽ ജസ്റ്റ് സാമ്പിൾ എക്സ്പോർട്ട് ചെയ്തിരുന്നു, അതാണ് താഴെ കാണുന്ന ഫയൽ. അപ്പോൾ നമ്മൾ ഫയൽ കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് പ്രോസസ്സ് പറഞ്ഞാൽ നമുക്ക് നമ്മൾ റിട്ടേണിൽ വീണ്ടും വരിക. ബാക്ക് ഫയൽ റിട്ടേണിൽ വന്നിട്ട് വീണ്ടും റിട്ടേണിൽ വരിക.
അപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഡാറ്റ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ GST സമ്മറി കൊടുക്കണം. ജനറേറ്റ് GST സമ്മറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സമ്മറി ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജനറേറ്റ് സമ്മറി കൊടുത്തിട്ട് സമ്മറി ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ല നമുക്ക് 12:41 വരെ വെയിറ്റ് ചെയ്യണം. കാരണം ഓൾറെഡി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒരു സമ്മറി കൊടുത്താലുള്ളത് നമുക്കിത് ഈ ഒരു ഫയൽ അപ്ലോഡ് അല്ല അതിലേക്ക് ജനറേറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു ജനറേറ്റ് സമ്മറി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതായത് അപ്പോൾ നമ്മൾ 12:41 സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ജനറേറ്റ് സമ്മറി കൊടുക്കണം. എന്നിട്ട് താഴോട്ട് വരിക, എന്നിട്ട് ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ജനറേറ്റ് സമ്മറി പ്രോസസ്സഡ് കാണാം. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് വന്നിട്ട് വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 മിനിറ്റിന് ശേഷം ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ B2C അതേപോലെ HSM കോഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ 1,16,532.2 ടാക്സിബിൾ വാല്യൂ, അതേപോലെ ടാക്സ് ലാബിലിറ്റി 20,945 ആ സെയിം തന്നെയാണ് HSM സമ്മറിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ HSM റേറ്റ് വൈസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. HSM റേറ്റ് വൈസ് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്താൽ താഴെ കാണാം നിങ്ങൾക്ക് ഉണ്ടോ. ഇവിടെ നമ്മൾ റേറ്റ് വൈസ് ഉണ്ട്, നമ്മൾ കൊടുത്ത 18% കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാം ടാലി ഉള്ള പ്രകാരം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. 1,16,532 ടാക്സിബിൾ വാല്യൂ, അതുപോലെ 10,472.50 അങ്ങനെ ടോട്ടൽ 20 സംതിങ് ആണ് ടോട്ടൽ ടാക്സ് ലാബിലിറ്റി. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും വരിക. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ ഐ അക്നോളജ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചോദിക്കുക, നമുക്ക് ഡു യു വാണ്ട് ടു പ്രൊസീഡ്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ കാണാം നമ്മൾ യുവർ സബ്മിറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും ഫയൽ റിട്ടേണിൽ വരിക. എന്നിട്ട് മെയിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം അവിടെ സബ്മിറ്റഡ് ആണെന്ന് കാണാം. എന്നിട്ട് നമ്മൾ ഫയൽ GST 1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഫയൽ റിട്ടേണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആയിട്ടില്ല, അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഹൈ ഹിയർ ബൈ സോളംലി എന്നുള്ള അഫേം ആൻഡ് ഡിക്ലെയർ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൊപ്പറേറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഫയൽ വിത്ത് EVC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഈ OTPക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. അപ്പോൾ OTP വന്നിട്ട് നമ്മളത് എൻ്റർ ചെയ്യാണ്. നമ്മൾ വെരിഫൈ കൊടുത്ത് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മളെ സക്സസ്ഫുള്ളി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ GST 1 ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ട് നമുക്ക് അതായത് ടാലിയുടെ എക്സൽ ഫയൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫയൽ ചെയ്യാന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ HSM കോഡൊക്കെ ലാർജ് നമ്പറൊക്കെ വരുമ്പോൾ ഈ ഒരു ടൂൾ വളരെ ഉപകാരമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ടാക്സ് ഒക്കെ ഡിഫറൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അതിലിപ്പോൾ IGST ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ റേറ്റ് ഓഫ് കോളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാലി ERP9 തന്നെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, എക്സലായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ JSON ഫയലാക്കി GSTയുടെ ഓഫ്ലൈൻ ടൂളാക്കി മാറ്റിയിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, B2B B2C ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് HSM മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ ഡാറ്റയും നമ്മുടെ ടാലിയിൽ നിന്ന് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ റേറ്റ് മാത്രം റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായാൽ വിചാരിക്കണം. എന്തായാലും നന്ദി, നമസ്കാരം.